Hi dears, welcome back to Dolly's World. Let's ഇരിക്കുന്നു. ഇന്ന് നമ്മൾ എൻജോയ് പോത്തോസിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ഈ ബുഷിയായിട്ട് എൻജോയ് പോത്തോസ് വളർത്തുന്നതെന്ന് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. നല്ല ഭംഗിയുള്ള ഒരു പോത്തോസാണ് നമ്മുടെ ഈ എൻജോയ് പോത്തോസ്. ഒരു സ്ലോ ഗ്രോത്ത് ആണ് ആക്ച്വലി ഇതിന് തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇതിന് തന്നെ ഇച്ചിരി വലിയ മഞ്ജുള പോത്തോസ് ഉണ്ട്, അല്ലാതെ എന്തെന്ന് പേൾ ആൻഡ് ജെയ്ഡ് പോത്തോസ് എന്ന് പറയും വേറൊരെണ്ണം. അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇപ്പം എൻ്റെ ഇതുകൊണ്ടാ ഇത് എൻജോയ് പോത്തോസ് ആണ്. ഇത് വൈറ്റും ഗ്രീനും കൂടെ വരുന്ന വെറൈറ്റി. ഇതപ്പം നമുക്ക് ഏത് പ്ലാന്റ് ആയാലും ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. അപ്പം ഈ എൻജോയ് പോത്തോസ് എങ്ങനെയാണ് ഇത്ര ബുഷിയായിട്ട് വളരുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എല്ലാവരും ഇങ്ങനെ നടുമ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ഇതുപോലൊരു തണ്ട് കൊണ്ട് നടും, അതിങ്ങനെ കോല് പോലെ നിൽക്കും. അപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഈ പോത്തോസിനെല്ലാം നമുക്ക് വീടിനകത്തും പുറത്തും വെക്കാവുന്ന നല്ല ഒരുപാട് നമ്മൾ എന്താ പറയുന്നത് പെട്ടെന്ന് വളരുന്ന, അതുപോലെ തന്നെ ഒരുപാട് ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഈ പോത്തോസ്. എപ്പോഴും പോത്തോസ് എല്ലാവർക്കും എപ്പോഴും ഒരു ആകർഷണമുള്ള ചെടി തന്നെയാണ്. എനിവേ, എന്തായാലും നമ്മുടെ നിയോൺ പോത്തോസ് എനിക്കിതുപോലെ ഞാൻ കുറേ ഇങ്ങനെ ചട്ടികളിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ റൂമിലാണേലും എന്താ പറയുന്നത് സിറ്റൗട്ടിലോ നമ്മുടെ ഇൻഡോറായിട്ട് വെക്കാൻ ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഈ എൻജോയ് പോത്തോസ്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് വളർത്തുന്നതെന്ന് പറഞ്ഞുതരാം. ഈസി ആയിട്ട് വളർത്താനും ഇത് എളുപ്പത്തിൽ. അപ്പം നമുക്ക് ഇതുപോലുള്ള തണ്ടുകൾ മീൻസ് ഇതുപോലുള്ള ഇത് നമ്മൾ മുറിച്ചെടുത്താൽ ഇതിൻ്റെ ഓരോ നോടിൽ നിന്നും നമുക്ക് ഓരോ തൈകൾ കിട്ടും. അപ്പോൾ ഈ ഓരോ നോഡും നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മളിതുപോലെ റൗണ്ടിൽ, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ഇതുപോലെ വലിയ ഇതുപോലുള്ള ചട്ടിയിൽ റൗണ്ടിൽ ഓരോ നോഡും കുത്തിക്കൊടുത്ത് ഒരു 5-6 ഒരുമിച്ച് കുത്തിക്കൊടുക്കുമ്പോൾ അതുപോലെ ബുഷിയായിട്ട് വളരും. പിന്നെ ചിലരിതിങ്ങനെ വളർന്നു കഴിയുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി കൊടുക്കും. ഇത് തന്നെ ഇങ്ങനെ എടുത്ത് താഴ്ത്തി കൊടുത്തും വളർത്താറുണ്ട്. പക്ഷെ എനിക്ക് അതിലും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഓരോ നോട്ട്സ് ഇങ്ങനെ മുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ട് ഇതുപോലെ ചട്ടി കുത്തി കൊടുക്കും. ഞാൻ ഇതുപോലെ ഓരോ നോട്ട്സ് ഇങ്ങനെ മുറിച്ചതുപോലെ ചിരട്ടയ്ക്കകത്തിൽ ഇതുപോലെ അത് കാത്തു വെച്ചിട്ട് മണ്ണും കൂടെ ചേർത്ത് തൊഴുമ്പോൾ ഇച്ചിരി വെള്ളം കൂടെ കൊടുക്കുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വളർന്നു കിട്ടും. അപ്പം ആ തൈകളെടുത്ത് ഇതുപോലെ റൗണ്ടിൽ ഞാനിതുപോലുള്ള ചട്ടിക്കകത്തിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ കുറേ ചിരട്ടയിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിതിന് കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഇച്ചിരി നീർവാർച്ചയുള്ള മണ്ണ്. മീൻസ് നമ്മുടെ ഈ ആറ്റുമണൽ പോലുള്ള മണ്ണാണ് ഇതിന്. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അതുപോലുള്ള, അതായത് നമ്മുടെ വേരൊന്ന് ഓടാൻ പറ്റുന്ന സൈസിലെ മണ്ണ് വേണം. ഒരുപാട് പശിമയുള്ള മണ്ണ് അതല്ല വേണ്ടി. പിന്നെ അതുപോലെ ചകിരിച്ചോറാണെങ്കിലും ഒരുപാട് വേണ്ട, കുറച്ച് ഇത്ര പെർസെൻറ്റ് കുറച്ച് മതി. ഒരുപാടായി കഴിഞ്ഞാൽ ചകിരിച്ചോറ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുപോലെ ഓരോ നോട്ട്സാണ് ഞാൻ ഇതുപോലെ ചിരട്ടയ്ക്കകത്ത് കുത്തി കൊടുത്തിട്ട് ഇതിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വേര് വരും. ഇപ്പം തന്നെ ഓൾറെഡി വേരുണ്ട്. അപ്പം ഈ നന്നായിട്ട് വളർന്നു വന്നത് ഇതുപോലെ ഞാനിത് കൂടുതലും ആറ്റുമണൽ പോലെ ഇപ്പോൾ ആറ്റുമണൽ കിട്ടാനില്ല. അപ്പം നമുക്ക് ഗ്രാവൽ പോലുള്ള മണ്ണായാലും മതി. മീൻസ് എന്താ പറയുക സിന്തുപൊടി അങ്ങനെയുള്ള അതോ ഒരു എത്ര പെർസെൻറ്റേജ് നമുക്ക് ചേർത്ത് കൊടുക്കണം, കുറച്ച് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ മണൽ ഒപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മഴ പെയ്യുമ്പോൾ കുത്തനെ കുറേ വെള്ളം വീഴ്ത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വയ്ക്കുമ്പോൾ കുറേ മണ്ണിങ്ങനെ ഇതുപോലുള്ള മണ്ണ് വരും. അപ്പോൾ അത് ഞാൻ വാരിയെടുത്ത് ഇതുപോലെ ചിരട്ടയിലൊക്കെ ആക്കി വെക്കും. എന്നിട്ട് ഇതുപോലെ ചട്ടിക്കകത്തിൽ ഇട്ട് കൊടുക്കും. പിന്നെ അതിൽ കുറച്ച് ചാണകപ്പൊടി, അതായത് വളർന്നതിന് ശേഷം മതി നമുക്ക് ചാണകപ്പൊടി അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ട് കൊടുത്ത് വളരെ കുറച്ച് മതി. പിന്നെ വെള്ളം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ DAPയുടെ 1-2 തരി ഇടയ്ക്ക്, അതായത് വളർന്നു കഴിഞ്ഞ ശേഷം ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നല്ല ബുഷിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എൻജോയ് പോത്തോസ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ഒട്ടിരിക്കുന്നൊരു ചെടിയല്ലേ. ഇതെല്ലാം ഞാൻ അങ്ങനെ വളർത്തിയെടുത്തത്. ഇതിലിപ്പോൾ ഒരു 5-6 തണ്ട് ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ. അപ്പോൾ അതുപോലെ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. അപ്പം
ഇതാണേലും ഇതുപോലെ ചെറിയ പോട്ട്സിലൊക്കെ ആണേലും 1-2 തൈകൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വൃഷിയായിട്ട് കിളിക്കും. ഇതുപോലുള്ള ഇങ്ങനെ നീളത്തിൽ ഇഷ്ടമില്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇതുപോലെ വീണ്ടും ബുഷിയായിട്ട് തന്നെ നിൽക്കും. ഇത് ഞാനത് കിച്ചൺ ക്യാബിനിൽ വെക്കുന്ന ഒരിതാണ്. ഇതുപോലെ ചെറിയ ബൗളായാലും മതി, ഇതുപോലെ ചെറിയ ചട്ടികളാണെങ്കിലും ഇത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. മറ്റേ വലിയ പോത്തോസിൻ്റെ തൊട്ട് ഒരുപാടാകില്ല. എന്നാൽ സ്ലോ ഗ്രോത്ത് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. പ്ലാസ്റ്റിക്കിലെ പോലെ ഇരിക്കും. ചിലരൊക്കെ ചോദിക്കുന്നത് പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചു വരാറുണ്ട്, ചിലർക്ക് അറിയാത്തവർക്ക്. അപ്പം അതാണ് ഈ എൻജോയ് പോത്തോസിൻ്റെ പ്രത്യേകത. എന്തായാലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ഏറ്റവും നല്ല ഇത് എന്ന് പറയുന്നത് ചാണകപ്പൊടി വളരെ കുറച്ച്, അതുപോലെ പച്ചച്ചാണകം ഉണ്ടെങ്കിൽ കലക്കി അതിൻ്റെ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണെന്ന് പറയാം. ഞാനതൊക്കെ ഇപ്പം എനിക്ക് കിട്ടാറില്ല, അതുകൊണ്ട് യൂസ് ചെയ്യാറില്ല. ഞാൻ ഇച്ചിരി ചാണകപ്പൊടി ഇടാറുണ്ട്, DAPയുടെ 1-2 തരി ഇടാറുണ്ട്. പിന്നെ ഈയിടയ്ക്ക് ഒരു ആൻറ്റി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മുട്ട ഇങ്ങനെ നന്നായിട്ട് അടിച്ച് 4 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നല്ലതാണെന്ന് പറയുന്നത്. പക്ഷെ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ പക്ഷെ ബെറ്ററാണ്. നല്ലതായിട്ട് ഇത് വളർന്നു വരുന്നുണ്ട്, നന്നായിട്ട് തന്നെ വളർന്നു. എൻ്റെ ഇലയ്ക്കൊക്കെ ഒരു തിക്നെസ്സും ഒരു ഭംഗിയും ഒക്കെ നല്ല ഭംഗിയില്ലേ, നല്ലതായിട്ട് വിളിക്കുന്നുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചു പിന്നെ മുട്ട കൊടുക്കാമോ. പക്ഷേ നിങ്ങളിപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന പക്ഷേ അത് കൊടുത്തപ്പോൾ നന്നായിട്ട് എൻ്റെ ഇലയ്ക്കൊക്കെ ഇച്ചിരി ഇത് നല്ലൊരു കളറ്, നല്ലൊരു ഭംഗി വരുന്നുണ്ടായിട്ട് തോന്നി. എന്തായാലും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള പോത്തോസ് എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമില്ലാതെ കിളിക്കുന്ന ഒരു ചെടിയാണ്. പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടുമാണ്, നല്ല ഭംഗിയാണ് എല്ലാ പോത്തോസും. എനിക്ക് പോത്തോസ് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നിയോണ്. ഇതിങ്ങനെ പ്ലാസ്റ്റിക് ചെടി പോലൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചാൽ നല്ല ഭംഗിയല്ലേ. എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചിരട്ടയിലൊക്കെ ആക്കി ഇതുപോലെ വെക്കും. എന്നിട്ട് ഇത് അതിൻ്റെ വേര് വരുമ്പോൾ ഇതുപോലെ ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കും. പിന്നല്ലാതെ ഇതുപോലെ നമുക്ക് കുറേ ഇത് ഒരുമിച്ച് ഇതുപോലെ ഓരോ നോട്ട്സ് വെച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാലും ഇതുപോലെ അതിന് നന്നായിട്ട് അതിൻ്റെ വേര് വരും. അപ്പം അതും ഇതുപോലെ ചട്ടിയിലാക്കി 1-2 അല്ല 5-6 ഒരുമിച്ച് കുത്തി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ബുഷിയായിട്ട് നമുക്ക് ചെടി കിട്ടുന്നു. എന്തായാലും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഐഡിയാസ് എന്തെങ്കിലുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരിക. നമ്മുടെ നിയോൺ പോത്തോസിൻ്റെ വിശേഷം ഇത്രയൊക്കെയാണ്. നല്ല മനോഹരമായ പോത്തോസാണ്. ചിലർക്ക് ഇങ്ങനെ നീളത്തിലിങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.